ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരീഹോയിലേക്ക് പോകുന്നതാണ് ഉപമയുടെ തുടക്കം. യാത്രക്കാരനായിരുന്ന സഞ്ചാരി കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ട് കള്ളന്മാരവന് വിവസ്ത്രനാക്കി മുറിവേൽപ്പിച്ച് പണാപഹരണം നടത്തുകയും അർദ്ധപ്രാണനായി വഴിയിൽ വിട്ടേച്ച് പോകുകയും ചെയ്തു. ആ വഴിയെ ഒരു പുരോഹിതൻ കടന്നു വന്നു. അദ്ദേഹം മുറിവേറ്റവനെ കണ്ടിട്ട് മാറി കടന്നുപോയി. രണ്ടാമത് വന്നവൻ ഒരു ലേവ്യനായിരുന്നു. ഒരു നോക്ക് പോലും കാണുവാൻ പോലും ശ്രമിക്കാതെ അവനും അവൻ്റെ വഴിയെ കടന്നുപോയി. മൂന്നാമത് കടന്നു വന്നത് ഒരു ശമര്യക്കാരനായിരുന്നു. ശമര്യക്കാരൻ ആ വഴിയെ കടന്നു പോകവേ മുറിവേറ്റവൻ്റെ അടുക്കലെത്തി അവനെ കണ്ട് മനസ്സലിഞ്ഞു. ശമര്യക്കാരൻ എണ്ണയും വീഞ്ഞും പകർന്ന് ആ മനുഷ്യൻ്റെ മുറിവുകളെ കെട്ടി അവനാവശ്യമായ പ്രഥമ ശുശ്രൂഷകൾ ചെയ്ത ശേഷം അവനെ തൻ്റെ വാഹനത്തിലേക്ക് കയറ്റി അവനെ വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റേന്ന് ശമര്യക്കാരൻ യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ വഴിയമ്പലക്കാരന് 2 വെള്ളിക്കാശ് കൊടുത്തു ഇവനെ രക്ഷിക്കണമെന്നും അധികം വല്ലതും ചിലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്നും പറഞ്ഞു. നല്ല ശമര്യക്കാരൻ്റെ ഉപമ പറഞ്ഞു തീർത്ത ശേഷം യേശു ന്യായശാസ്ത്രിയോട്, ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ അവനോട് കരുണ കാണിച്ചവൻ തന്നെ എന്ന് ന്യായശാസ്ത്രി പ്രത്യുത്തരം പറഞ്ഞു. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്നായിരുന്നു യേശുവിൻ്റെ ഉത്തരം. ന്യായശാസ്ത്രിയുടെ അറിവില്ലായ്മയ്ക്ക് കർത്താവ് അവിടെ മിഴിവേകി കൊടുക്കുന്നു. പിന്നീട് ഒരു നിമിഷം പോലും ആ ന്യായശാസ്ത്രി യേശുവിൻ്റെ അടുക്കൽ നിന്നതായി പ്രതീക്ഷിക്കുവാൻ നമുക്ക് വയ്യ. യേശു പറഞ്ഞ ഉപമയിലെ 3 കഥാപാത്രങ്ങളെ നമുക്കൊന്ന് അനാവരണം ചെയ്യുവാനായിട്ട് ശ്രമിക്കാം. പണാപകാരികളായ കള്ളന്മാരാണ് ഒന്നാമത്തെ കൂട്ടർ. പുരോഹിതനും ലേവ്യനും അടങ്ങുന്ന അവരാണ് രണ്ടാമത്തെ കൂട്ടർ. മൂന്നാമത്തെ കഥാപാത്രങ്ങൾ നല്ല ശമര്യക്കാരനായ മനുഷ്യനായിരുന്നു. നിൻ്റേതെല്ലാം എൻ്റേതാക്കുന്ന മനോഗതിയുള്ളവരാണ് കള്ളന്മാരായിട്ടുള്ള ആളുകൾ. ഈ മാർഗക്കാരുടെ തൊഴിലാണ് ചതിയും വഞ്ചനയും തട്ടിപ്പും കളവും അർദ്ധപ്രാണ അവസ്ഥയിലാക്കുന്ന ആക്രമണ സ്വഭാവവും. പുരോഹിതനും ലേവ്യനും കള്ളന്മാരെ പോലെ അല്ല. അവർ തികച്ചും വ്യത്യസ്തരാണ്. അവർ നിരൂപതരവകാരികൾ എന്ന മനോഭാവമാണ് വെച്ച് പുലർത്തുന്നത്. അവരുടെ സിദ്ധാന്തം മറ്റൊന്നാണ്. എൻ്റേതൊക്കെ എൻ്റേത് മാത്രമാണ്. അതുകൊണ്ട് അവർ മറ്റുള്ളവരെ
അപഹരിക്കാനായിട്ട് ശ്രമിക്കില്ല എങ്കിലും അവർ വിട്ടുകൊടുക്കുകയോ പങ്കുവയ്ക്കുന്നവരോ ആയിരുന്നില്ല. സ്നേഹത്തെക്കുറിച്ച്, കരുതലിനെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കും. കിട്ടിയതൊക്കെ സ്വന്തമാക്കുന്ന, തൻകാര്യം മാത്രം നോക്കി നടക്കുന്നവരായിരിക്കും അവർ. അപരന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവർക്ക് ഒരു പ്രശ്നമേ അല്ല. അവർക്കൊരു ട്രാക്കുണ്ട്. ആ ട്രാക്ക് വിട്ട് ഒരു കളിയും അവർക്കില്ല. അതിനവർ മുതിരാറില്ല. ഇരുമ്പ് കുടിച്ച വെള്ളം പോലെ അത് പൊട്ടി തെറിക്കുന്ന ശീൽക്കാരം മാത്രമേ പുറപ്പെടുവിക്കാറുള്ളൂ. അന്യനു വേണ്ടി മെനക്കെടുക, മുഷിയുക, അത് അവരുടെ നിഘണ്ടുവിൽ ഇല്ലാത്ത വാക്കാണ്. സമൂഹമായല്ല, ഒറ്റയ്ക്കായി ഒരു തുരുത്ത് പോലെയാണ് അവർ ജീവിക്കുന്നത്. അവരുടെ പരിശീലനവും അതാണ്. മൂന്നാമത്തെ കഥാപാത്രമാണ് നല്ല ശമരിയക്കാരൻ. തൻ്റെ മനസ്സും ഹൃദയവും ഒരുപോലെ പങ്കുവയ്ക്കുന്നതാണ് അവൻ്റെ ശീലം. എൻ്റേതെല്ലാം നിൻ്റേതും കൂടിയാണെന്ന പ്രത്യയശാസ്ത്രക്കാരനാണ് ന്യായശാസ്ത്രി. അതുകൊണ്ടാണ് ശമരിയക്കാരൻ്റെ മനസ്സ് അലിഞ്ഞത്. അർദ്ധപ്രാണനായ മനുഷ്യനെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് നൊമ്പരപ്പെട്ടു. അതുകൊണ്ടാണ് അവനെ ശുശ്രൂഷിച്ചതും വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയതും. സമ്പത്ത് പങ്കുവയ്ക്കുകയും ചെയ്തത് അതുകൊണ്ടാണ്. എത്ര ഹൃദയ വിശാലതയാണ് നമുക്ക് അവിടെ ആ ശമരിയക്കാരനിൽ നിന്നും കാണുവാൻ കഴിയുന്നത്. അളവില്ലാത്ത ഹൃദയ വിശാലതയാണ് ശമരിയക്കാരൻ അവിടെ കാണിക്കുന്നത്. അളവില്ലാത്ത ഹൃദയ വിശാലതയാണ് വഴിയമ്പലക്കാരന് നൽകുന്ന പ്രോമിസ്. അധികം വല്ലതും ചിലവിട്ടാൽ മടങ്ങി വരുമ്പോൾ ഞാൻ തന്നുകൊള്ളാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ശമരിയക്കാരൻ സ്ഥലം വിടുന്നത്. ഈ മൂവരിൽ നാം ആരെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് നാം നമ്മെ തന്നെ ഒരു നല്ല ആത്മപരിശോധന നടത്തുന്നത് ഏറെ നല്ലതാണ്. നല്ല ശമരിയക്കാരനെ പോലെ ആകണമെന്ന് യേശുവും അതുപോലെ ന്യായശാസ്ത്രിയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നല്ല ശമരിയക്കാരൻ്റെ ഉപമയുമായി ബന്ധപ്പെട്ട എൻ്റെ ഓർമ്മയിൽ വരുന്ന ചില കാര്യങ്ങൾ കൂടി ഇവിടെ ഉദ്ധരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. മാർ യോഹന്നാൻ എപ്പിസ്കോപ്പയുടെ സതീർത്ഥനായിരുന്ന ടോണി പിതാവ് ഒരിക്കൽ യോഹന്നാൻ തിരുമേനിയെയും തിരുമേനി നടത്തുന്ന ഫാമും കാണുവാൻ വന്നു. സെമിനാരിക്ക് മുമ്പിലുള്ള കന്യാസ്ത്രീ മഠത്തിലെ വിശുദ്ധ കുർബാന കഴിഞ്ഞ് രാവിലെ 9 മണിയോടെ സെമിനാരിയിൽ എത്തിയേക്കാം എന്ന് പറഞ്ഞുവെങ്കിലും 10 മണിക്ക് ശേഷമാണ് അദ്ദേഹം സെമിനാരിയിൽ എത്തിയത്. വൈകാനുണ്ടായ കാരണം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: രാവിലെ മഠത്തിലെ കുർബാനയ്ക്ക് വരുമ്പോൾ കോലഴിയിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായത് കാണുവാൻ ഇടയായി. അപ്പോൾ വണ്ടി നിർത്തി അപകടത്തിൽപ്പെട്ടവന് ആതുരാലയത്തിൽ കൊണ്ടുപോയി പരിചരിക്കുവാൻ ഏൽപ്പിച്ച ശേഷമാണ് മഠത്തിൽ വന്ന് കുർബാന ചെയ്തത്.
അതുകൊണ്ടാണ് അല്പം വൈകിയത്, സോറി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മുറിപ്പെട്ടവനെ സഹായിക്കാൻ മഠത്തിലെ കുർബാന അദ്ദേഹത്തിന് തടസ്സമായില്ല. എത്രയോ മഹത്തായ ഒരു സേവനമാണ് അദ്ദേഹം അന്ന് അവിടെ ചെയ്തത്. ഏതാനും കൊല്ലങ്ങൾക്ക് മുൻപ് മദർ തെരേസ തൃശ്ശൂർ വന്ന് വടക്കുനാഥൻ ക്ഷേത്ര മൈതാനിയിൽ പ്രസംഗിച്ചു. 3 മിനിറ്റ് മാത്രമായിരുന്നു അവരുടെ പ്രസംഗത്തിൻ്റെ ദൈർഘ്യം. അവർ ഒരു ഉദാഹരണം മാത്രമാണ് അന്ന് അവിടെ പറഞ്ഞത്. അവരൊരു പാവപ്പെട്ട ഭവനത്തിൽ പോയി. അവർക്ക് അരിയും കുറച്ച് ഭക്ഷണ സാധനങ്ങളും കൊടുത്തിട്ട് വീട്ടുകാരിയോട് ഇപ്രകാരം പറഞ്ഞു: നീ നിൻ്റെ മക്കൾക്ക് ഈ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നിങ്ങളെ വന്ന് കണ്ടേക്കാം എന്ന് പറഞ്ഞ് മദർ തെരേസ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയി. കുറച്ച് കഴിഞ്ഞ് മദർ വന്നപ്പോൾ ഗ്രഹനാഥയെ അവിടെ കാണുവാൻ കഴിഞ്ഞില്ല. ഗ്രഹനാഥ അന്നേരം ഓടിപ്പിടച്ച് വരുന്നുണ്ടായിരുന്നു. എന്തേ ഭക്ഷണം പാകം ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാതെ ഇരുന്നത് എന്ന് മദർ ചോദിച്ചപ്പോൾ അവരുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു: കുറച്ചും കൂടെ ദൂരെയുള്ള ഒരു വീട്ടിൽ അവർക്കും ഭക്ഷണമില്ലാതെ ഏറെ നാളുകളായി പ്രയാസപ്പെടുന്ന ഒരു കുടുംബമുണ്ട്. ഞങ്ങൾക്ക് തന്നതിൽ നിന്നും കുറച്ച് അരിയും ഭക്ഷണ സാധനങ്ങളെല്ലാം അവർക്ക് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ മദർ അവരെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തു. ആ സാധു സ്ത്രീയുടെ സ്നേഹത്തിനു മുൻപിൽ മദർ പൊട്ടിക്കരഞ്ഞു. ഇതാണ് ദൈവസ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് മദർ പ്രസംഗം നിർത്തി വേദി വിട്ടതായിട്ടാണ് കാണുവാൻ കഴിഞ്ഞത്. മാനസികമായും ശാരീരികമായും അപര്യാപ്തതയുള്ള കുട്ടികളുടെ ഒരു മാരത്തോൺ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നടന്നിരുന്ന ഓട്ട മത്സരത്തിൽ ഏതാനും കുട്ടികൾ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. മത്സരം നടന്ന് ഏതാനും ദൂരം പിന്നിട്ടപ്പോൾ മത്സരാർത്ഥികളിൽ ഒരുവൻ കാലിടറി വീണു. അപ്പോൾ എല്ലാ കുട്ടികളും ഓട്ടം നിർത്തി എല്ലാവരും തിരിച്ച് വീണ് കിടക്കുന്നവൻ്റെ അടുക്കലേക്ക് ചെന്ന് അവനെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവനോട് ചില ആശ്വാസവചനങ്ങൾ പറഞ്ഞ ശേഷം എല്ലാവരും ചേർന്ന് ഓടി മത്സരം പൂർത്തിയാക്കി. ഈ അപൂർവ അവസരം കണ്ട കാണികളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഹർഷാരവം മുഴക്കി. ഒറ്റയ്ക്ക് ജയിക്കുകയല്ല, എല്ലാവരും ഒരുമിച്ച് ജയിക്കുന്നതാണ് നല്ലതെന്ന് ആ കുഞ്ഞുങ്ങൾ ആ കായിക ലോകത്തെ പഠിപ്പിച്ചു. ഇന്നത്തെ നമ്മുടെ പോക്ക് അതിദയനീയമാണ്. വീണ് കിടക്കുന്നവന്, തളർന്നു കിടക്കുന്നവന് അടിച്ച് തകർക്കുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം. ഞാനും എന്നോട് കൂടെയുള്ളവനും മാത്രം മതി എന്ന ഗർവാണ് ഇന്ന് നമ്മെ നയിക്കുന്നതും നമ്മെ ഭരിക്കുന്നതും. യുദ്ധമുഖത്ത് പോലും ഒരു നിയമമുണ്ട്. ആയുധമില്ലാത്തവന്
നിരായുധനായി വീണ് കിടക്കുന്നവനെ കണ്ടാൽ ആക്രമിക്കരുത്. അവനോട് കരുണ കാണിക്കുകയും അവനെ രക്ഷിക്കുകയും ചെയ്യണമെന്നതാണ് യുദ്ധ നിയമം പോലും. എന്നാൽ വീണ് കിടക്കുന്നവനോടുള്ള അരിശവും കലിപ്പും തീർക്കുന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും മുഖമുദ്ര. എന്നാൽ നമുക്കൊരു മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ചത്തു കിടക്കുന്നവന് വീണ്ടും വീണ്ടും അടിക്കുന്നതല്ല, പിന്നെയോ ശത്രുവിന് സ്നേഹിക്കുവാൻ കഴിയുന്നതാണ് നമ്മുടെ ക്രിസ്തീയ ദൗത്യവും സംസ്കാരവും എന്ന അറിവ്. നമ്മുടെ കൂട്ടുകാരെ നമ്മെപ്പോലെ തന്നെ സ്നേഹിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും ഉപയോഗിക്കട്ടെ, നമുക്ക് തുണയായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഒന്നിച്ച് മുന്നേറാം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.